ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ ചേർത്തിട്ട് ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൈദ വെച്ചിട്ടും ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. പക്ഷേ ഒരുപാട് അങ്ങ് സോഫ്റ്റാക്കി കുഴയ്ക്കരുത്. കുറച്ച് കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫില്ലിങ് വെച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാവ് ഒരുപാട് അങ്ങ് സോഫ്റ്റായി പോകരുത്. കുറച്ച് കട്ടിയിൽ തന്നെ ഇതേപോലെ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിൽ തന്നെയാണ് കുഴച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് എണ്ണ വേണ്ട. എണ്ണ ഒഴിച്ച് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മൈദ ഇഷ്ടമുള്ളവർക്ക് മൈദ വെച്ചിട്ടും ചെയ്യാം. ഇതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് കുഴച്ച് കഴിഞ്ഞു. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാൻ ശേഷം നമുക്കിതിലോട്ട് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. സവാള നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ക്യാപ്സിക്കമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്നും ഒരുപാട് അങ്ങ് വേവേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലോട്ട് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഒരു ചെറിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളിയും അതേപോലെ തന്നെ ഒരുപാട് അങ്ങ് വെന്ത് ഉടയരുത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടി എടുക്കുന്നെങ്കിൽ ഇത്രയും ചേർക്കണ്ട, അതിൻ്റെ പകുതി ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. നല്ല സ്പൈസി ആയിട്ടൊക്കെ വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 മുട്ടയാണ് എടുക്കുന്നത്. മുട്ടയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയൊക്കെ ചേർക്കാവുന്നതാണ്. മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് വെജിറ്റബിൾസ് വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. നമുക്ക് ചിക്കൻ വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കാം, വെജിറ്റബിൾസ് വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഈ മുട്ടയിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. എങ്ങനെ ചെയ്താലും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ മുട്ട നമ്മൾ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇങ്ങനെ നല്ലതുപോലെ തണുക്കണം. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് ഇത് തണുത്ത് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി നമ്മുടെ ഫില്ലിംഗ് ഒക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഇതേപോലെ ഒന്ന് ചെറിയ ബോൾസായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. റൗണ്ട് ഷേപ്പിലല്ല, ഇങ്ങനെ നീളത്തിൽ നമ്മൾ പരത്തിയെടുക്കുക. നല്ല കനം കുറച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ഷീറ്റ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഷീറ്റിലേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് മുഴുവനും നമ്മൾ ഈ മുട്ടയുടെ കൂട്ട് സ്റ്റഫ് ചെയ്യാണ്. അപ്പോൾ അതിനനുസരിച്ച് കൂട്ടി വെച്ച് കൊടുക്കുക. അതിനുശേഷം കൈവച്ച് ഒന്ന് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ചെടുക്കണം. 2 സൈഡിൽ നിന്നും അടച്ചെടുക്കാം. ആദ്യം ഒരു സൈഡ് ഇതേപോലെ ഒന്ന് അടച്ചെടുക്കുക. മാവിൻ്റെ അറ്റം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും ഒട്ടി നിൽക്കും. അതിനുശേഷം ഈ ഒരു സൈഡിൽ നിന്നും നമുക്ക് ഇങ്ങനെ അടച്ചെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ ഈ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത വിധം നമ്മളിത് അടച്ചെടുക്കണം. ഈ കാണിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് അടച്ചെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ ശരിക്കും ഇങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ ഒട്ടി നിന്നോളും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റോള് പതുക്കെ ഒന്ന് വലിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് വലിക്കേണ്ട, പതുക്കെ ഒന്ന് വലിച്ചെടുത്താൽ മതി.
അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നീളം വെച്ച് കിട്ടും നമുക്ക്. ഇനി നമ്മളിത് റോൾ ചെയ്തെടുക്കണം. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെറുതായിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ അറ്റം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് പ്രസ് ചെയ്യരുത്, പതുക്കെ, വളരെ പതുക്കെ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ല പ്രഷർ കൊടുത്തിട്ട് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഈ ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പതുക്കെയാണ് ഇത് പ്രസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തൊന്നും ഇങ്ങനെ ഫില്ലിംഗ് ഒന്നും പുറത്ത് കാണുന്നില്ല. വളരെ പതുക്കെ ഇതേപോലെ പ്രസ് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ഓരോന്നും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാം ഞാനിപ്പോൾ ഇതേപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. 5 അളവിൽ നിന്ന് നമുക്ക് 5 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 4 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ ഒരുപാടങ്ങ് എണ്ണയൊന്നും വേണ്ടി വരില്ല. ആകെ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. നമ്മളിത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എണ്ണ മതിയാവും. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ ഓരോന്നും എടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഒരുപാട് എണ്ണ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ അത്യാവശ്യത്തിന് എണ്ണ ഉണ്ട്, ഇത്രയും മതിയാവും. നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം. എന്നാലും ശരിക്കും ഇതിലൊക്കെ ഈ മാവൊക്കെ ശരിക്കും വെന്ത് വരുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ആകെ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത്. വേറെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 2 സൈഡും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡിയായി. നമുക്കിതിനി സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാടങ്ങ് പണിയൊന്നുമില്ല. പിന്നെ ഫില്ലിങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്